നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുകയാണെന്ന് മന്ത്രി OR കേളു. പട്ടികവർഗ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്തും. സമഗ്ര പുരോഗതി മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി. തീരദേശപാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം. രാവിലെ ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്ക് ഭാഗത്തേക്ക് ട്രെയിനുകളില്ല. ആലപ്പുഴയിൽ അവസാനിക്കുന്ന ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്നാണ് ആവശ്യം. വീട്ടിൽ സമാന്തര ബാർ നടത്തിയയാൾ അറസ്റ്റിൽ. ശൂർനാട് സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ട എക്സൈസ് ആണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുകയാണെന്ന് മന്ത്രി OR കേളു. പട്ടികവർഗ വികസന വകുപ്പും ചവറ IIICയും നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്താനും സമഗ്ര പുരോഗതിയും മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നൈപുണ്യവും വിദേശ ഭാഷകളിൽ പ്രാവീണ്യവും ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പാക്കുന്നു. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവും നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. MBBS പഠനത്തിന് 37 ലക്ഷം രൂപ വരെ അനുവദിക്കുന്നു. പ്രത്യേക നിയമനത്തിലൂടെ വനം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും പട്ടികവർഗ വിഭാഗത്തിലെ യുവതയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. പട്ടികവർഗ വികസന വകുപ്പും ചവറ IIICയും നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി OR കേളു. പൂർത്തിയാക്കിയിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ പരിശോധിച്ച് പോകേണ്ട കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. ഈ ഗവൺമെൻറ് 9 വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് കടന്നു. ആ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ SC/ST വിഭാഗത്തെ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നോക്കിക്കാണുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരിശോധിച്ച് പോകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ കുട്ടികളെ അയച്ച് അവിടെ പഠിച്ച് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുക, നിരന്തരമായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഈ വിഭാഗത്തിൽ നിന്ന് കുറെ IAS ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. അതുപോലെ മറ്റൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് 175 പേരെ നമ്മൾ പോലീസിലേക്ക് നേരിട്ടെടുത്തു. പട്ടികവർഗ വികസന വകുപ്പിന്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ 118 വിദ്യാർത്ഥികൾക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5 കോഴ്സുകളിൽ പരിശീലനം നൽകുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ 97 പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് മന്ത്രി നിർവഹിച്ചത്. 21 പേരുടെ പരിശീലനം തുടരുന്നു. ഇതിനായി വകുപ്പ് 1,39,27,600 രൂപയാണ് അനുവദിച്ചത്. അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ലെവൽ 3, എക്സ്കവേറ്റർ ഓപ്പറേഷൻ ലെവൽ 4, പ്ലംബർ ജനറൽ ലെവൽ 4, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ GIS, കൺസ്ട്രക്ഷൻ ലബോറട്ടറി ആൻഡ് ഫീൽഡ് ടെക്നീഷ്യൻ ലെവൽ 4 എന്നിവയാണ് കോഴ്സുകൾ. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജീവൻ അധ്യക്ഷത വഹിച്ചു. IIIC ഡയറക്ടർ ഡോക്ടർ B. സുനിൽകുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ K. രാഘവൻ, പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ P. ശശികുമാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഷ്ടമുടിക്കായൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കായലിൽ നിന്നും മാലിന്യം ശേഖരിച്ചത്. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അഷ്ടമുടിക്കായൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഒരു ബോട്ടും 2 വള്ളങ്ങളും ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പങ്കാളികളായി. കോയിവിള കല്ലുമൂട്ടിൽ കടവിൽ നടത്തിയ ശുചീകരണ യജ്ഞം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തേത്ത് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കോയിവിള 12ാം വാർഡ് മെമ്പർ ശ്രീ അജിത സാജൻ, നമ്മുടെ തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡിലെയും ഹരിതകർമ്മസേനാംഗങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന കൺസോർഷ്യത്തിന്റെ പ്രസിഡന്റ് ഷേർലി, സെക്രട്ടറി ശ്രീമതി അജിത ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ അഷ്ടമുടി കായൽ തീരം പങ്കിടുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ നേതൃത്വത്തിൽ അഷ്ടമുടി മെഗാ ഡ്രൈവ് എന്ന പേരിൽ അഷ്ടമുടി കായലിൻ്റെ
കായലിലും പരിസരങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ പൊതുജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കായലിൽ കിടക്കുന്ന ഈ പറയുന്ന തൊഴിലാളികളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധജല സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർഡംഗം അജിത സാജൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ പി ഫിലിപ്പ്, INS, ഉദ്യോഗസ്ഥരായ ജിനേഷ്, നിഷ, സ്മിത, സബീന, വിനായക്, ഷിബു, കൺസോർഷ്യം ഭാരവാഹികളായ ഷേർലി, അജിത എന്നിവർ നേതൃത്വം നൽകി. അഷ്ടമുടിക്കായൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് MCF-ലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചവറ. തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിൽ ചാണ്ടി ഉമ്മൻ MLA സന്ദർശനം നടത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ MLA കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത്. തേവലക്കര ബോയ്സ് ഹൈ സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിലാണ് ചാണ്ടിയുമ്മൻ MLA സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചാണ്ടിയുമ്മൻ മിഥുന്റെ വീട്ടിലെത്തിയത്. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ചാണ്ടിയുമ്മൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. UDF, കോൺഗ്രസ് നേതാക്കൾ ചാണ്ടിയുമ്മൻ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തീരദേശപാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യം. രാവിലെ 6-ന് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കുഭാഗത്തേക്ക് നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത്. ഇതാകട്ടെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഈ സാഹചര്യത്തിലാണ് പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. തീരദേശപാതയിൽ പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. രാവിലെ 6-ന് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കോട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത്. രാവിലെ 7:50-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ മെമു ആലപ്പുഴ വരെ മാത്രമാണുള്ളത്. ഈ ട്രെയിൻ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ സഹായകരമാകുമെന്ന് സൗഹൃദം കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് B. അൻഷാദ് പറഞ്ഞു. തീരദേശ പാതയിൽ പാസഞ്ചർ സർവീസുകൾ ദീർഘിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്നുവരെക്കും പല ഉന്നത സമിതികളെയും സമീപിച്ചിട്ടും ജനപ്രതിനിധികളെ സമീപിച്ചിട്ടും ഇക്കാര്യത്തിൽ നീട്ടാമെന്ന് പറയുന്നതല്ലാതെ ഒരു അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആലപ്പുഴ തീരദേശ പാത വഴി പോകുന്ന വണ്ടികൾ ആകപ്പാടെ പാസഞ്ചർ വണ്ടി പോകുന്നത് ആലപ്പുഴ വഴിയാണ്, ആലപ്പുഴ വരെയാണ്. ആലപ്പുഴ കഴിഞ്ഞ് ആ വണ്ടി കായംകുളത്തേക്ക് നീട്ടണമെന്നുള്ളൊരു ശക്തമായ ആവശ്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെക്കും ആ ആവശ്യം നിറവേറ്റിയിട്ടില്ല. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് രാത്രി എത്തുന്ന കണ്ണൂർ ഇന്റർസിറ്റി. അത് യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആലപ്പുഴ വരെ നീട്ടിയാൽ ഒട്ടനവധി ഉപകാരം ഈ ഗവൺമെൻറ് മേഖലയിലും തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന ഒരുപാട് യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസ് നീട്ടണമെന്നും വളരെ കാലമായി ആവശ്യപ്പെടുകയാണ്. രാത്രി 8:50-ന് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടുകയും പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടണമെന്ന ആവശ്യങ്ങൾക്കും ഏറെ പഴക്കമുണ്ട്. ഇന്റർസിറ്റി വരുന്നതിന് മുമ്പ് എറണാകുളം കൊല്ലം മെമു പുറപ്പെടുന്നത് മൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ സമയക്രമം നടത്താൻ ആവശ്യമായ നടപടി റെയിൽവേ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇന്നുവരെക്കും ഒരു ഫലപ്രാപ്തി എത്തിയിട്ടില്ല. രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ അത് ആലപ്പുഴയിൽ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ ട്രെയിൻ തിരിക്കാതെ തന്നെ കൊല്ലത്തേക്ക് പോകുന്നത് വൈകുന്നേരമാണ്. ആ ടൈം കൊണ്ട് ഇത് കായംകുളം വരെ സർവീസ് നടത്തി തിരിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നിരിക്കെ ഈ ട്രെയിൻ ആലപ്പുഴ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വളരെ ലാഘവമില്ലാതെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന റെയിൽവേയുടെ ആ നടപടി വളരെ മോശമായ നടപടി. ആ സർവീസ് കായംകുളത്തേക്ക് നീട്ടിയാൽ അത്രയധികം യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പാതയായി മാറും. ന്യൂസ് ബ്യൂറോ, കായംകുളം. താമരക്കുളം ചത്തേറ പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 2022-ലാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ദേശീയപാത 66-നെയും കൊല്ലം തേനി ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ചത്തേറ പാലം. ഉദ്ഘാടനം നടത്തുന്നതിന് മുൻപ് പാലം തുറന്നു കൊടുക്കുകയായിരുന്നു. സമീപത്തെ 2 സ്കൂളുകളിലേക്കും
പ്രാഥമിക കേന്ദ്രത്തിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് പാലം പണി നടക്കുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലെ പാർശ്വഭിത്തികൾ നിർമ്മിക്കാതെ കയർ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിലെ റോഡിന്റെ ടാറിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ഇതിൻ്റെ പണി തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ തൊഴിലാളികളെ വിട്ട് ആ കോൺട്രാക്ടർ ഈ തരത്തിൽ പണി ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇപ്പോഴും ഇതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, കുറച്ച് മെറ്റിലൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് പണി പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പാർശ്വഭിത്തികൾ വളരെ ആഴത്തിലുള്ള വലിയ പുഞ്ച നിലങ്ങളാണുള്ളത്. വലിയ ആഴത്തിലുള്ളതാണ് ഇവിടേക്ക്. ആ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വെറും വള്ളിയാണ്. വള്ളി കൊണ്ടുള്ള വേലിയാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രില്ലിടാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. അത് വലിയ അപകട ഭീഷണിയാണുള്ളത്. ഇത് ഇപ്പം തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടി വന്നിരിക്കുന്നത് ഒരു തൊഴിലാളിയാണ്. ദിവസങ്ങളായിട്ട് ഒരു തൊഴിലാളിയാണ് വന്ന് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസം വന്ന് ഒരു 2-3 തൊഴിലാളികളെ വിട്ടിരുന്നെങ്കിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാമായിരുന്നത്. റോഡിന്റെ നിർമ്മാണത്തിനായി 1-2 തൊഴിലാളികളാണ് എത്തുന്നത്. പാലത്തിന്റെ പണി നീട്ടിക്കൊണ്ടുപോകുന്നത് യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇരു സൈഡും ഇതുവരെ ടാറിങ് നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇത് യാത്രക്കാർക്ക് വളരെയേറെ ദുഷ്കരമാണ്. അടുത്ത വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏറ്റെടുത്തിരിക്കുന്നവർ ഒരാൾ അല്ലെങ്കിൽ 2 പേര് വീതമാണ് ദിവസം അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലി നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടി നല്ലതല്ല. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വീട്ടിൽ സമാന്തര ബാർ നടത്തിയ ആൾ അറസ്റ്റിൽ. ശൂർനാട് സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ട എക്സൈസ് ആണ് ഇയാളെ പിടികൂടിയത്. വീടിനുള്ളിൽ സമാന്തര ബാർ നടത്തി വന്നയാളാണ് അറസ്റ്റിലായത്. ശൂർനാട് വടക്ക് കളീക്ക ജംഗ്ഷനിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശാസ്താംകോട്ട എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ആവശ്യക്കാർക്ക് നൽകാനായി ചെറിയ കുപ്പിയിലാക്കി വെച്ച വിദേശ മദ്യവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ശാസ്താംകോട്ട എക്സൈസ് SI അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കുറച്ച് നാളായി വിവരമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു. അതിൻ്റെ പോലെ സ്ഥിരം പൊതുജനങ്ങളിൽ നിന്നും മറ്റുള്ള പരാതി ലഭിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ വീട്ടുടമസ്ഥനായ ചാടിക്കിളി പ്രദീപ്, അദ്ദേഹത്തിൻ്റെ പേരിൽ നിരന്തരം പരാതികളുള്ളതാണ്. പലപ്പോഴും ഇവരുടെ വക്രബുദ്ധി കൊണ്ട് നമുക്ക് തെളിവ് സഹിതം തുണ്ടിയുമായിട്ട് പലപ്പോഴും പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നടത്തിയ പ്രഭാതത്തിൽ തന്നെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഒരു സമാന്തരമായി പ്രവർത്തിച്ചു വരുന്ന ബാറ് കണ്ടെത്തിയത്. ഓണത്തിനോടനുബന്ധിച്ച് മാത്രമല്ല, ഇത് അല്ലാതെയും ഇവർ നിരന്തരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവർ വാതിലൊക്കെ കൊട്ടിയടച്ചുകൊണ്ട് നമ്മൾ ബൈ ചാൻസ് കാണുകയാണെങ്കിൽ പിന്നെ മദ്യമൊക്കെ ചരിച്ച് കളഞ്ഞുകൊണ്ട് ഇവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഉണ്ടാവാറ്. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തൊണ്ടി സഹിതമായിട്ട് പലപ്പോഴും നമുക്ക് പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും 2-3 കുപ്പികൾ പിന്നെ ഇവർ പിന്നെ വാഷ് ബേസിനിൽ ഒഴുക്കിക്കളഞ്ഞു. പക്ഷേ പിന്നെ എല്ലാ കുപ്പിയും ഒഴുക്കിക്കളയുന്നതിന് മുമ്പ് പിടികൂടിയത് കൊണ്ടാണ് ഈ കേസിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചിതറയിലെ തട്ടുകടയിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കുന്നതിനിടെ പിടിയിലായി. ചിതറ ചിറവൂർ സ്വദേശി ഗോപു എന്ന ഗോപകുമാറാണ് പിടിയിലായത്. കല്ലമ്പലത്തെ ഔട്ട്ലെറ്റിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ചിതറയിലെ തട്ടുകടയിൽ നിന്ന് പണം മോഷ്ടിച്ചു കടന്നുകളഞ്ഞയാളാണ് കല്ലമ്പലത്ത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കവേ പിടിയിലായത്. ചിതറ ചിറവൂർ സ്വദേശി ഗോപു എന്ന് വിളിക്കുന്ന ഗോപകുമാറാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തട്ടുകടയിലെത്തിയ ഇയാൾ ഭക്ഷണത്തിന് ഓർഡർ നൽകി. കടയിലെ ജീവനക്കാരൻ ഭക്ഷണമെടുക്കുന്നതിനിടെ മേശപ്പുറത്തെ പാത്രത്തിൽ നിന്നും ഇയാൾ പണം കവരുകയായിരുന്നു. 2 തവണയായാണ് ഇയാൾ പണം കവർന്നത്. കടയുടമ മുനീർ CCTV ദൃശ്യം ഉൾപ്പെടെ ചിതറ പോലീസിൽ പരാതി നൽകിയിരുന്നു. 2 സുഹൃത്തുക്കളുമൊത്താണ് ഇയാൾ കടയിലെത്തിയത്. കല്ലമ്പലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. മോഷണം നടത്തും.
ഇവിടുന്ന് ആദ്യം ഫുഡ് കഴിച്ചാൽ പിന്നെയാണ് ഇതിന്റെ പാർസൽ ഇവിടെ ഇരുന്ന് കഴിച്ചൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. യുവതിയെ സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിൽ വിവരാവകാശ പ്രവർത്തകൻ അറസ്റ്റിൽ. ചവറ മുകുന്ദപുരം സ്വദേശി വി ശ്രീകുമാറാണ് അറസ്റ്റിലായത്. ചവറ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ശ്രീകുമാർ. യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയ കേസിലാണ് ചവറ മുകുന്ദപുരം പിലിച്ചലജകത്ത് കിഴക്കതിൽ 45-കാരനായ വി ശ്രീകുമാറിനെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിലൂടെയും വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്ലീല പരാമർശം നടത്തി മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് കേസ്. നേരത്തെ ഇയാളുടെ പേരിൽ യുവതി നൽകിയ കേസുകൾ പിൻവലിക്കാത്തതിലുള്ള വിരോധത്തിൽ മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരാമർശം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ചവറ, തെക്കുംഭാഗം, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ 8ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ചവറ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ശ്രീകുമാർ എന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസ് ഉദ്യോഗസ്ഥരെ മോശമായി പരാമർശിച്ച് വ്യാജ ഊമക്കത്തുകളും ഇയാൾ അയക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ചവറ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതി തകർച്ചയിൽ. 3 ജില്ലകളിലായി 350 കിലോമീറ്റർ ദൂരമുള്ള കനാൽ ശൃംഖലയാണ് കല്ലട ജലസേചന പദ്ധതിക്കുള്ളത്. കനാലിന്റെ തീരങ്ങളാകട്ടെ കയ്യേറ്റങ്ങളും നേരിടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതിയാണ് തകർച്ച നേരിടുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ 350 കിലോമീറ്റർ ദൂരത്തിൽ കനാൽ വെള്ളമെത്തുന്ന വലിയ ശൃംഖലയാണിത്. പത്തനംതിട്ടയിലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ നെൽകൃഷിയും കുടിവെള്ള ലഭ്യതയും കല്ലട പദ്ധതിയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയ്ക്കും വലിയ ഭീഷണിയായി മാറുകയാണ്. കല്ലട ജലസേചന പദ്ധതിയുടെ ഇടത് വലതുകര കനാലുകളുടെ തീരങ്ങളിൽ മരങ്ങൾ വളർന്ന് വേരുകളിറങ്ങിയും കാട്ടുപടർപ്പുകൾ നിറഞ്ഞും നാശോന്മുഖമാണ്. കനാലുകളുടെ നവീകരണത്തിനോ തകരാർ പരിഹരിക്കാനോ ചോർച്ച ഒഴിവാക്കാനോ കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ തോട്, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും അതേ പ്രാധാന്യമുള്ള കനാലുകൾ അവഗണിക്കപ്പെടുകയാണ്. ജലവിഭവ വകുപ്പിന് കനാൽ ജലവിതരണ കാലയളവിൽ ഫണ്ടിന് വലിയ പരിമിതിയാണുള്ളത്. 1 കോടി രൂപയുടെ പദ്ധതി വെച്ചാൽ പോലും 50 ലക്ഷം രൂപ മാത്രമാണ് ലഭിക്കുക. ഇത് അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയുന്നില്ലെന്നാണ് ആക്ഷേപം. അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് നിലവിൽ ഫണ്ട് അനുവദിക്കുന്നത്. കനാലിന്റെ തീരങ്ങൾ വ്യാപകമായി കയ്യേറി കൃഷി ചെയ്യുന്നതും തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. പദ്ധതിയിലെ മിക്ക അക്വഡിറ്റുകളും തകർന്ന നിലയിലാണ്. ഇത് ജലവിതരണ സമയത്ത് വൻതോതിൽ വെള്ളം പാഴാകുന്നതിന് കാരണമാണ്. ചില അക്വഡിറ്റുകളും കനാൽ പാലങ്ങളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ്. കനാലുകളുടെയും അക്വഡിറ്റുകളുടെയും ചോർച്ച കാരണം 4 മീറ്റർ ഉയരത്തിൽ വെള്ളം തുറന്നുവിട്ടാൽ പോലും 50 സെന്റിമീറ്റർ വെള്ളം മാത്രമാണ് വിദൂര സ്ഥലങ്ങളിലെ കനാലുകളിൽ എത്തുന്നത്. പഞ്ചായത്തുകളിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് കനാൽ ശുചീകരണത്തിന് സർക്കാർ തയ്യാറായാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയിൽ തോടുകൾക്കും ജലസ്രോതസ്സുകൾക്കും നൽകുന്ന അതേ പ്രാധാന്യം കനാലുകൾക്ക് നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കനാൽ തീരങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കനാലിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യവും ദീർഘനാളായി ഉയരുന്നു. കനാൽ ലൈനിംഗ് ചോർച്ച പരിഹരിക്കൽ, മെയിൻ്റനൻസ് വർക്കുകൾ എന്നിവയ്ക്കായി ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തുകയും വേണം. 600 കോടി രൂപയിൽ ആരംഭിച്ച് 1300 കോടി രൂപയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ നിർത്തിയ കല്ലട ജലസേചന പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കരുനാഗപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപരോധ സമരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ സമര പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ, നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയങ്ങൾ മൂലം നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വളരെയധികം കുറവുകൾ സംഭവിക്കുകയും അതിലൂടെ ഒരു കൂട്ടം ജനതയുടെ ആശ്രയമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമര പരിപാടി സംഘടിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരായത്.
ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരുന്ന മൺബണ്ട് നിർമ്മാണം പോലുള്ള പ്രവൃത്തികൾ ഇപ്പോൾ ഇല്ല. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ തൊഴിൽ ദിനങ്ങൾ കുറവുമാണ്. 5000-ന് മുകളിൽ തൊഴിൽ കാർഡുള്ള ആലപ്പാട് പഞ്ചായത്തിനെ വലിയ രീതിയിലാണ് ഈ നയങ്ങൾ ബാധിക്കുന്നത്. അതിനാൽ പദ്ധതിയെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ വരുമാനം വല്ലാതെ കിട്ടാതെ വരികയും പല രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നയ വ്യത്യാസങ്ങളും മത്സ്യമേഖലയ്ക്ക് തീരദേശ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതം ഞാൻ വിശദീകരിക്കുന്നില്ല. കേന്ദ്രത്തിലെ ഗവൺമെന്റ് എല്ലാ കാലവും ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച ജനകീയ സംരക്ഷണ നിയമങ്ങൾ ഓരോ മേഖലയിലുമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം അനുസരിച്ചുള്ള സംരക്ഷണം കൊടുക്കുന്ന പദ്ധതികളാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതിനെല്ലാം ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ സംരക്ഷണം കൊടുക്കാനുള്ള വിശാലമായ നിയമങ്ങളാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കി നടപ്പാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ എല്ലാം വരുമാനം മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള വരുമാനം നിലച്ചിട്ട് വർഷങ്ങളായി. നമുക്കിന്ന് വരുമാനമായി ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം തൊഴിലുറപ്പാണ്. ആ തൊഴിലുറപ്പ് ഇന്ന് നിന്നിട്ട് മാസങ്ങളായി. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ 2005 ഇത് UPA സർക്കാർ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവർക്കും ദരിദ്രരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മൻമോഹൻ സിംഗ് ഈ പദ്ധതി ആരംഭിച്ചത്. പക്ഷേ അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് 2025 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതം 2014 അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കിരാതമായ നിയമങ്ങൾ മൂലം കാർത്തിക് ശശി, ഷെഹനാസ്, ചിറ്റുമൂല നാസർ, BS വിനോദ, T ഷൈമ, ജോസ് വിമൽ രാജ, ഷിജി, ഹജിത, മായ, C ബേബി, പ്രസീതകുമാരി, സരിത ജനകൻ, ഉദയകുമാരി, രാജപ്രിയൻ, ചന്ദ്രബോസ്, സുനിൽ കൈലാസം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുകയാണെന്ന് മന്ത്രി OR കേളു. പട്ടികവർഗ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്തും. സമഗ്ര പുരോഗതി മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി. തീരദേശ പാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം. രാവിലെ ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്ക് ഭാഗത്തേക്ക് ട്രെയിനുകളില്ല. ആലപ്പുഴയിൽ അവസാനിക്കുന്ന ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്നാണ് ആവശ്യം. വീട്ടിൽ സമാന്തര ബാർ നടത്തിയ ആൾ അറസ്റ്റിൽ. ശൂർനാട് സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ട എക്സൈസ് ആണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.